What's up? What up? What's up? What's up? All good. How's it going? How's it going? Long time no see. ഹായ് എവരിവൺ, ദിസ് ഈസ് മീ ജീൻസ് ആൻഡ് ഇംഗ്ലീഷ് എംപവർമെന്റ് കോച്ച് ഫ്രം ഫ്ലുവൻറ്റ് നൗ. 2025 പുതിയൊരു സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കുട്ടികളും മാതാപിതാക്കളുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കാത്തത്, അവർക്ക് അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. ഒരു സാഹചര്യം ലഭിക്കുന്നില്ല, ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് അവർ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് 2025 ഒരു സീരീസും തുടങ്ങുന്നത്. ആ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അതായത് ഇംഗ്ലീഷ് എൻവയൺമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മൂവീസിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഷോസിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് 2025 നിങ്ങളുടെ ആഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന തീരുമാനം ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും സംസാരിക്കണം എന്നാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക, ഫ്ലുവൻ്റ് നൗവിനോടൊപ്പം ചേരുക. നിങ്ങളുടെ ഇംഗ്ലീഷ് വേറൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾ മുതൽ ഇംഗ്ലീഷ് ഒരുമാതിരി അറിയുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഫ്ലുവൻറ്റ് നൗവിലെ ഈ പുതിയ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ലാംഗ്വേജിനെ സംബന്ധിച്ചുകൊണ്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഗ്രീറ്റിംഗ്സ്, റൈറ്റ്? If you liked it, please don't forget to subscribe below. നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നതാണ് ഹായ്, അല്ലേ? ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയും ഹായ് ഹായ്. ഈ സൗണ്ടും പ്രൊനൗൺസിയേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പല കുട്ടികളും പറയാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, പക്ഷേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട്. മുതിർന്നവരും ഉദ്യോഗസ്ഥരെല്ലാം പറയാറുണ്ട്. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ഈ 2025 അതിനൊരു മാറ്റം വരുത്തട്ടെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് വേർഡ് ഈ സേ ദാറ്റ് ഈസ് ഹായ് ഹായ്. ഇനി രണ്ടാമത്തെ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ പറയുന്ന ഒന്നാണ് ഹലോ ഹലോ. Hello, hello, hello. വീണ്ടും വേറെ നമ്മൾ കേൾക്കാറുണ്ട് വാട്സ്ആപ്പ്, അല്ലേ? റീസെൻ്റ് ആയിട്ട് നമ്മൾ ഒത്തിരി യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വാട്സ്ആപ്പ് വാട്സ്ആപ്പ് വാട്സ്ആപ്പ്. ഈ വാട്സപ്പ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങി കുറേ കൂടി ചുരുങ്ങിയിട്ടുണ്ട്. എന്താണ് സബ്. What's up? What up? What's up? What's up? വീഡിയോ കാണുക, കണ്ടിട്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമ്മുടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലേ? Don't forget to like, comment and subscribe. പിന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിലും അതുപോലെ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോഴും ടീച്ചേഴ്സിനെ കാണുമ്പോഴും നമ്മുടെ കൊളീഗ്സിനെ കാണുമ്പോഴൊക്കെ രാവിലെയാണ് കാണുന്നത് എങ്കിൽ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, അല്ലേ? ഒരു കണക്റ്റഡ് സ്പീച്ചാണ് ഗുഡ് മോർണിംഗ് എന്ന് നമ്മളിങ്ങനെ എടുത്തു പറയില്ല. പണ്ട് ഇപ്പോഴും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഗുഡ് മോർണിംഗ് ടീച്ചർ, അല്ലേ? ആ ഒരു ഫ്ലോ, പണ്ട് പഠിച്ച അതേ രീതിയിലൊരു ഫ്ലോ ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കുറച്ച് മാറ്റം വരുത്തണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കണക്റ്റഡ് സ്പീച്ച് ആയിരിക്കും. നമ്മൾ മലയാളം അങ്ങനെയല്ലേ, നമ്മൾ എഴുതുന്ന പോലെയാണോ സംസാരിക്കുന്നത്? അല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് തന്നെ അപ്പം മലയാളം ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറയുന്ന കാര്യം ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയായിരിക്കും ഇംഗ്ലീഷ് ബേസായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചുകൊണ്ട് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഇത് കറക്റ്റ് തന്നെയാണോ? പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പം അത് കണക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് ഗുഡ് മോർണിംഗ് പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ പല കുട്ടികൾക്കും പലർക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം പറയുകയാണെങ്കിൽ രാവിലെ എപ്പം നിങ്ങൾ എഴുന്നേൽക്കുന്നോ ആ സമയം മുതൽ ഏകദേശം 12 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ആൾക്കാരോട് ഗുഡ് മോർണിംഗ് പറയാറുള്ളത്. ആ സമയത്ത് നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. Good morning. Good morning. Good morning. ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഗ്രീറ്റിംഗ്സ് ആണ് നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. എന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാരെ കാണുന്നു. 12 മണിക്ക് ശേഷം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ആണ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ. സേ ആഫ്റ്റർ മീ
ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. Good afternoon. Good afternoon, Batman. Good afternoon. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ കാണുന്നു. അപ്പം ഗുഡ് ആഫ്റ്റർനൂൺ സമയം പറഞ്ഞില്ലല്ലേ? ഏത് സമയം വരെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം? 12 മണി കഴിയുമ്പോൾ മുതൽ 5-5:30 വരെയുള്ള സമയത്താണ് സാധാരണ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത്. അതുപോലെ തന്നെ സൂര്യൻ നന്നായിട്ട് അസ്തമിച്ച് കഴിഞ്ഞ് ഇരുട്ട് കയറുകയാണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ മാറിയിട്ട് അവിടെ നമ്മൾ ഗുഡ് ഈവനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് വണ്ണാണ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. Good evening. Good evening. Good evening, Dr. Meridian. അപ്പോൾ ഗുഡ് ഈവനിങ് എപ്പോഴാണ് പറയുന്നത്? ഗുഡ് ഈവനിങ് പറയുന്നത് ഇതേപോലെ നമ്മൾ പറഞ്ഞ് ഒരു 5 മണി അല്ലെ 5:30 മുതൽ നമ്മൾ രാത്രി 12 മണി വരെയുള്ള സമയത്ത് നമുക്ക് പറയാം ഗുഡ് ഈവനിങ് പറയാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ് എവിടെയാണെന്ന് പറയുന്നത് അല്ലേ? കുട്ടികൾ സാധാരണ എപ്പോഴും ചോദിക്കുന്ന സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ സാർ എപ്പോഴാണ് ഗുഡ് നൈറ്റ് പറയുന്നത്? അപ്പം എപ്പോഴാണ് ഗുഡ് നൈറ്റ് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ രാത്രിയിൽ ഒരാളെ കണ്ടു, ജസ്റ്റ് നമ്മൾ ഗുഡ് ഈവനിങ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ ആ ഡിസ്കഷൻ നിർത്തി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് നൈറ്റ് പറയുന്നു രാത്രിയിൽ. അതുപോലെ തന്നെ കുട്ടികളെല്ലാം മാതാപിതാക്കളോട് എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട് കിടക്കാൻ പോകുമ്പം അല്ലേ? അതും ഗുഡ് നൈറ്റാണ് പറയുന്നത്. രാത്രിയിൽ നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പിരിയുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പറയുന്നതാണ് ഗുഡ് നൈറ്റ്. അതും നമുക്ക് രാത്രി 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ കണ്ടുമുട്ടി തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. Jamie, say goodnight to Mr. Carter. Merry Christmas to all, and to all a good night. Have a good night. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ സ്കൂളിൽ നിരന്തരമായി പഠിച്ച ടെക്സ്റ്റ് ബുക്കിലെല്ലാം കാണുന്ന ഒരു സാധനമുണ്ട്, ഹൗ ആർ യു അല്ലേ? ഹൗ ആർ യു, ഹൗ ആർ യു എന്നാണ് നമ്മൾ പക്ഷെ പറയുന്നത് ഹൗ ആർ യു. ഈ ഹൗ ആർ യു തന്നെയാണോ UK-യിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള ജനങ്ങൾ സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അധികം പേരും ഹൗ ആർ യു എന്ന് ചോദിക്കാറില്ല. അവരുടെ കൂട്ടുകാരോടോ കൊളീഗ്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ ചോദിക്കുന്നത് ഹൗ ഈസ് ഗോയിങ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ് എന്നാണ് സാധാരണ കേട്ട് വരുന്നത്. ഹൗ ആർ യു വളരെ വിരളമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഹൗ ആർ യു ഉണ്ട്. ഹൗ ആർ യു, ഐ ആം ഫൈൻ, താങ്ക് യു എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റിലാണ് പഠിക്കുന്നത്. ആ ടെക്സ്റ്റിൻ്റെ പ്രയോഗം വളരെ കുറവാണ് നേറ്റീവ് സ്പീക്കേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ. അവർ ചോദിക്കുന്നത് എന്താണ്? ഹൗ ഈസ് ഗോയിങ്, how is going? How's it going? How's it going? How's it going? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് പ്രത്യേകിച്ചും കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടും ചോദിക്കുന്നതാണ് ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ അല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, ഇത് ഗ്രാമറിൽ ശരിയാണോ? ശരിക്കും ഗ്രാമാറ്റിക്കലി ശരി തന്നെയാണ്. രണ്ടും കൂടി ഒരുമിച്ചും ചോദിക്കാറുണ്ട്. ലോങ് ടൈം നോ സീ, ഹൗ ഇസ് ഗോയിങ്. അത് തിരിച്ചും ചോദിക്കാം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ലോങ് ടൈം നോ സീ എന്നും ചോദിക്കാറുണ്ട്. ഇതും സാധാരണ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നതാണ്. Long time no see. Long time no see. Long time no see. അടുത്തെന്താണ്? വാട്ട് ഹാവ് യു ബീൻ അപ് ടു. വാട്ട് ഹാവ് യു ബീൻ അപ് ടു അല്ലേ? ആദ്യത്തെ ഷോർട്ടായിട്ട് പറയുമ്പോൾ വാട്ട് ഹാവ് ബീൻ അപ് ടു. Be sure to smash our like button and subscribe to our channel. സുഖമാണോ എന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? അപ്പം ഫസ്റ്റ് വൺ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ഹൗ ഇസ് ഗോയിങ്. ഹൗ ഇസ് ഗോയിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിപ്ലൈ എന്താണ്? ഇറ്റ്സ് ഗോയിങ്. സാധാരണ ഗോയിങ്, ഇറ്റ്സ് ഗോയിങ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അഡ്ജക്റ്റീവ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ഇറ്റ്സ് ഗോയിങ് ഗ്രേറ്റ്. ഇറ്റ്സ് ഗോയിങ് ഗ്രേറ്റ്. How's it going? It is going great, Shiva. How's it going? Great. How's it going? Great. How's it going? Great. രണ്ടാമത് നമ്മൾ കണ്ടായിരുന്നു ലോങ് ടൈം നോ സീ. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? I know too long. I know too long. Long time no see. Been too long. It's been too long. Been too long. റിപ്പീറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. റിപ്പീറ്റ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം പറഞ്ഞു നോക്കുക. നല്ല കുട്ടികൾ പറയുന്നത് പോലെ എങ്ങ് പറഞ്ഞേക്കുക. മുതിർന്നവരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും അതൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഓക്കെ. വേറെ ഒരു ചോദ്യമാണ് എങ്ങനെ നമ്മൾ ചോദിക്കുന്നത്? ഹൗ ഡു യു ഡു അല്ലേ? അത് നമ്മൾ സാധാരണ ഇവിടെ നാട്ടിൽ ചോദിക്കാറുണ്ട്. ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡു. How do you do? How do you do? How do you do? How do you do? I'm good. What about you? I'm good. How about you? അങ്ങനെ ചോദിക്കാറുണ്ട്. രണ്ടും ചോദിക്കാം അല്ലേ? I'm good. How about you? I'm good. How about you? Good. And how about you? Good.
How about you? Good. നമ്മൾ ആദ്യം ഒരു ഗ്രീറ്റിംഗ്സ് പറഞ്ഞായിരുന്നു. എന്താണ് വാട്സപ്പ്? വാട്സപ്പ് എന്ന് പറയുമ്പോൾ അതിന് മറുപടി എന്താ നമുക്ക് പറയാം? ഓൾ ഗുഡ് ആൻഡ് യു. നോർമലി വാട്സപ്പ് വാട്സപ്പ് all good and you? All good. All good. All good. ഓക്കെ, ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഇത്രയും ഗ്രീറ്റിങ്സ് നമുക്ക് കണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഒന്നുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കട്ടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീണ്ടും വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ആണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വാച്ച് ചെയ്യുക, റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതിന് ഉള്ള ഇൻസ്പിറേഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം, ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതിങ്ങനത്തെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇംഗ്ലീഷിൻ്റെ മുഴുവൻ മേഖലകളും തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇംഗ്ലീഷ് 2025 മനോഹരമായി സംസാരിക്കാൻ സാധിക്കട്ടെ. So now I wind up. This is me, Jeans. Bye-bye. Don't forget to smash that subscribe button.